ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പലപ്പോഴും നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടും അനുതപിച്ചിട്ടും എന്തുകൊണ്ട് നാം ആ പാപത്തിൽ വീണ്ടും വീണു പോകുന്നുവെന്ന് ചോദിച്ചാൽ, നാം പലപ്പോഴും മാനസാന്തരപ്പെടാറുള്ളത് നമ്മുടെ വാക്കിലും ചിന്തയിലും മാത്രമായതുകൊണ്ടും പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിക്കാത്തതുകൊണ്ടുമാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ പോകുമെന്ന് പറഞ്ഞ് പോകാതിരുന്നവനല്ല, മറിച്ച് പോകില്ല എന്ന് പറഞ്ഞിട്ടും പശ്ചാത്തപിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്നവനാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് എന്ന് നാം വായിക്കുന്നു. വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ് അനുതാപം പൂർണ്ണമാകുന്നത് എന്ന സത്യമാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അനുതാപം, റിപ്പൻറ്റൻസ് എന്നതിൻ്റെ ഗ്രീക്ക് പദമായ മെറ്റനോയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിൻ്റെ പരിവർത്തനം എന്നാണ്. ഹീബ്രു പദമായ ഷൂബ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം സഞ്ചരിക്കുന്ന വഴികളിൽ നിന്നും ഒരു യു ടേൺ അല്ലെങ്കിൽ പൂർണ്ണമായൊരു തിരിച്ചുവരവ് എന്നാണ്. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് യഥാർത്ഥ അനുതാപം എന്ന സത്യമാണ് ഈ അർത്ഥങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നത്, മാനസാന്തരത്തിന് ഉതകുന്ന ഫലം പുറപ്പെടുവിക്കുവിൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം 3-ാം വാക്യത്തിൽ, കർത്താവേ, എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളിലല്ല പ്രവൃത്തിയിൽ മാനസാന്തരപ്പെട്ടപ്പോഴാണ് ദൈവം ദാവീദിനോട് ക്ഷമിക്കുന്നത്. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ, അവർ ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, ചെറിയവർ മുതൽ വലിയവർ വരെ ചാക്കൊടുത്തു എന്ന പ്രവൃത്തിയിലുള്ള മാനസാന്തരമാണ് അവരുടെ മേൽ അയക്കാനിരുന്ന മഹാമാരിയിൽ നിന്നും ദൈവത്തെ പിന്തിരിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് സക്കേവസിനോട് യേശുനാഥൻ പറയുന്നത് അവൻ പ്രവൃത്തിയിൽ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ക്രിസ്തുവേശുവെ പ്രതി യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി പരിഗണിക്കുന്നുവെന്ന് പൗലോസ്ലിഹായെ പറയുവാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ പ്രവൃത്തിയിലുള്ള മാനസാന്തരമാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വാക്കുകളിലല്ല പ്രവൃത്തിയിൽ മാനസാന്തരപ്പെടുമ്പോൾ മാത്രമാണ് ചെയ്തുപോയ പാപങ്ങളിൽ നാം വീണ്ടും വീണ്ടും വീഴാതെ തിരിച്ചു കയറുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ പറയുന്നത്, എനി പ്രെയർ ഓർ പെനൻസ് ദാറ്റ് ഡസ് നോട്ട് ഗീവ് യു കൺവേർഷൻ ഓഫ് ഹാർട്ട് ഈസ് എ സൂപ്പർസ്റ്റിഷൻ. ഏത് പ്രാർത്ഥനയോ പരിത്യാഗമോ നിന്റെ ഹൃദയത്തെ മാറ്റുന്നില്ലെങ്കിൽ അത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ആത്മാർത്ഥമായ മാനസാന്തരം സാധ്യമാകുന്നത് നമ്മുടെ വാക്കുകളിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലാണ് എന്ന ബോധ്യത്തോടുകൂടെ പ്രവൃത്തിയിൽ നമ്മുടെ മാനസാന്തരം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 5:5 നാം വായിക്കുന്നു, ക്ഷമിക്കുമെന്നോർത്ത് നീ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നതുപോലെ വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.